ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഫണൽ എപ്പിസോഡ്. അങ്ങനെ ഇങ്ങനെ ആറം ഫോണെടുത്തു. ആറമ്മക്ക് കേട്ട് ന്യൂസ് കേട്ട് ഷോക്കായി. ആറമ്മ പാട്ട് പാടി ഡാൻസ് കളിച്ചായിരുന്നു. ആറമ്മക്ക് ഷോക്ക്. എന്തിടാ, സത്യമാണോ? അതെ സാർ, ഞാനിവിടെ തന്നെ ഉണ്ട് സാർ. എനിക്ക് ന്യൂസ് വന്നു സാർ. മാഡം പെഡ്നെറ്റാണ് സാർ. എന്ത് പെഡ്നെറ്റാ? ഇതേടെ ജിമ്മിക്ക് ഷോക്ക്. ആരുടെ പെഡ്നെറ്റ്? എടാ, നടന്ന ജിമ്മിനോട് പറഞ്ഞു കുസ് കുസ് കാതിൽ ജിമ്മിന് കാതിലുള്ള ജിമ്മിക്ക് ഷോക്ക്. ബാക്കി മെമ്പറോട് പോയി കുസ് കുസ് പറഞ്ഞു. അതിന് വന്നു. എന്താടാ, നമുക്ക് കുറേയൊക്കെ പോയി, നമുക്ക് ഇന്ത്യക്ക് പോയേ പറ്റൂടാ. അങ്ങനെ അവർ എല്ലാവരും ഫ്ലൈറ്റിൽ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എങ്ങനെ ഇന്ത്യക്ക് വന്നു എന്ന് കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി. എങ്ങനെടാ ഞാൻ പെണ്ണിട്ടായത്? ഹീറോയ്ക്ക് തലകീലോ മേലകീലോ ഒന്നുമില്ല. ഹീറോയ്ക്ക് ഷോക്കായി. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിയാണ് മിയ കോൾ ചെയ്ത് അവരോട് പറഞ്ഞു. അതെ, മിയാണ് അവർക്ക് ഫോൺ ചെയ്തത് പറഞ്ഞത്. അത് മിയ വന്നു. അങ്ങനെയായിട്ട് അവർ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ മിയ മാത്രമേ വീട്ടിലുണ്ടായി. മിയ മുറിക്കാൻ തുടങ്ങി 7 വരെ. മിയ അത് നിങ്ങൾ ഓടി വരുന്ന കാരണം ഒരു വേള നിങ്ങളെ ബേബിയാണോ? എല്ലാവരും തല കീഴെ വെച്ച് അതെ മിയ പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇങ്ങനെയാണ് എൻ്റെ ചേച്ചിനെ ഇഷ്ടപ്പെട്ടത്? അതല്ല, അവളെന്നെ രക്ഷിച്ചായിരുന്നു. അതുമാത്രമല്ല, അവളെനിക്ക് പിടിച്ചായിരുന്നു. ഞാൻ ആറാം പറയാൻ തുടങ്ങി. ഇത് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പല്ല. ഇത് കേട്ട് മിയൊക്കെ ഷോക്ക്. ഇവളെ ബെസ്റ്റല്ല അങ്ങനെ മീറ്റ് ചെയ്തത്. ഓൾറെഡി ഇവളെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ആറാം പറയാൻ തുടങ്ങി. അതെ, ഞാനൊരിക്കൽ അങ്ങനെ ആറാം പറഞ്ഞു. നമുക്ക് ആറാമിനെ ഫസ്റ്റ് പറയാം. ജിൻ പറയാൻ തുടങ്ങി. നമുക്ക് ആറാം പറയാൻ തുടങ്ങി. ഫസ്റ്റ് ജിൻ, നീ പറഞ്ഞോ. ജിൻ പറയാൻ തുടങ്ങി. ഞാനൊരു കോഫ് ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു 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 ഗേൾസ് വന്നു. ഭയങ്കര അറകേട്ടായി എന്നോട് റൂഡായിട്ട് സംസാരിക്കും. എന്നെ പിടിച്ചു. ഭയങ്കര ഗേളായിരുന്നു. ആ ഗേൾ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ട ഞാൻ ഐഡലാന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ടോർച്ചർ ആയിരുന്നു. അതിനായിട്ട് അവൾ വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത്. എനിക്ക് അപ്പോൾ സൂപ്പർമാൻ. എല്ലാ ഗേൾസും എന്നെ കണ്ട ഇങ്ങനെ ഐസ് വെക്കുക, എന്നെ കരച്ചതിനെ പ്ലാൻ ചെയ്യുക. അതിനോണ്ട് അവൾ എന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു. ആറമ്പതിന് ഞാനൊരിക്കൽ നടന്നു പോയതായിരുന്നു. ഒരു വയസ്സിന് ഒരു പാർട്ടി അവരോട് മയങ്ങി വീണായിരുന്നു. അതിനവർ രക്ഷിച്ചു പോകുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷുഗർ പറയാൻ തുടങ്ങി. അവൾ നല്ല കെയറിങ് ആണ്. ഇവളെ കുട്ടികളുടെ ജോലിയായിട്ട് എൻജോയ് ചെയ്ത്, അതുകൊണ്ട് എനിക്ക് അവളെ പിടിച്ചു. അങ്ങനെ ഷുഗർ പറഞ്ഞു. അത് ജേഹു പറയാൻ തുടങ്ങി. അവളൊരു ഡാൻസറാണ്. അവൾ ഡാൻസ് കളിച്ചത്, അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റായി. അതുമുതൽ അവൾ നല്ല കെയറിങ് ആണ്. അതും ജിമ്മിന് പറയാൻ തുടങ്ങി. അത് നിറയെ ബോയ്സ് അവളായിട്ട് ഫ്ലഡ് ചെയ്യുക. അങ്ങനെ അവളൊന്നും കണ്ടിക്കാതെ പോവുക. അതുമാത്രമല്ല, നിറയെ എന്നെ കണ്ട് ഫ്ലഡ് ചെയ്യുക. ഞാൻ അവളെ മീറ്റ് ചെയ്തു. അതുകൊണ്ട് അവൾ ഒന്നും എന്നെ കണ്ടിക്കാതെ അവർക്ക് പോയി. ഞാൻ റിയൽ പേഴ്സ് നോക്കി അവൾ എന്നെ കണ്ടിക്കാതെ പോയി. അതുകൊണ്ട് എനിക്ക് അവളെ മേലെ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അവളെ ക്യാരക്ടർ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ ക്യാരിങ് നല്ല ക്യാരക്ടർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പറയാൻ തുടങ്ങി. അതെ, അവൾ കുട്ടികളെ രക്ഷിച്ചായിരുന്നു. നല്ല കെയറിങ് ആയി നോക്കും. അതെനിക്ക് പിടിച്ചു. പറഞ്ഞു. ജങ്ങൾക്ക് പറയാനാണ് അവൾ ക്യൂട്ടായിട്ട് കുട്ടികളെ കൂടെ കളിക്കുന്നത് ഞങ്ങൾ നോക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അവളെ ക്യാരക്ടർ അവളെ നമുക്കും ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമുക്ക് അവളെ മേലെ ലവ് വന്നു. പിന്നെ നമ്മൾ 7 പേർ ഒരു കുട്ടീൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ കയ്യിൽ 7 പേരുടെ കയ്യിൽ ഫോട്ടോസുണ്ട്. അതവരോട് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ പിന്നെ നമുക്ക് 7 പേർക്ക് മനസ്സിലായി ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഞങ്ങൾ വന്നത് വിദ്യയില്ല. അവൾ ഇന്ത്യയിലുള്ളത് എവിടെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നമ്മളെ കുറച്ച് ഗേൾസ് ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെയായിട്ട് അവൾ രക്ഷിച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. പിന്നെ വീട്ടിലൊക്കെ വന്ന് അവൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ വൺ സൈഡ് ലവ് ചെയ്ത അവളാണ്, അവളെ വീടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതായി നടന്നു കയറി. പിന്നെ അവനൊരു കരച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ കൊടുക്കുന്ന ഇതാക്കി. പിന്നെ ജാക്സൺ ഇത് ചെയ്യാൻ തുടങ്ങിയാണ്. ജാക്സൺ ഒരാൾ കൊണ്ട് ഞങ്ങൾക്ക് എവിടെ നല്ല ലവ് ഉണ്ടായിരുന്നു. ഇവനെ വേറെ ഒരു ബോയ്സിനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് അവൻ്റെ തച്ചിരങ്ങ് വായിച്ചു. അവനെ വീട് നോക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ട്രൈ ചെയ്തത്. ഇത് കേട്ട് മിയാക്ക് ജാക്സൺ ഫ്ലാറ്റായി. എൻ്റെ അമ്മോ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു? അതേ ചെയ്ത് കഴിഞ്ഞു ജാക്സൺ. ഞങ്ങൾക്ക് എവിടെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ലവ് ചെയ്തായിരുന്നു. അങ്ങനെ ജാക്സന് പറഞ്ഞു. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. ഹീറോയ്ക്കും ടെൻഷനായിരുന്നു. ഇതിലെങ്ങനെ നടക്കും? അങ്ങനെ ബി.ടി.എസ് മെമ്പർ വന്നു. അങ്ങനെ ഹീറോയിനോട് സംസാരിച്ചത്. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. ഹീറോയി ഷോക്കായി പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് എങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടത്? ഇത് ഞങ്ങളെ ബേബിയാണ് എന്നെ ഹീറോയിനോട് പറയാൻ തുടങ്ങി. ഹീറോമാർ അത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായി പോയി. എങ്ങനെടാ ബേബീസ് ഉണ്ടായത്?
പറഞ്ഞ് കേൾക്കടാ. ഇങ്ങനെ ഹീറോയിൻ പറഞ്ഞ് സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഹീറോയിനെ മിരട്ടി, ഇങ്ങനെ ഹീറോയിൻ അനിയത്തി മിരട്ടി, അങ്ങനെ കൊണ്ട് ഹീറോയെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ലൈഫ് ഹാപ്പിയായി. അങ്ങനെ ബി ടി എസ് മെമ്പർ ഭയങ്കര ഹാപ്പിയായി സന്തോഷത്തിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് ഹീറോമാർ അങ്ങനെ അവർക്ക് ബേബീസ് ജനിച്ചു. അതിനായിട്ട് നല്ല ക്യൂട്ടായിട്ട് ബേബീസാണ്. 7 ബേബീസാണ്. ഒരു ഗേൾ ബേബി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ജോലി ആയിക്കോളും. പിന്നെ ബി ടി എസ് മെമ്പർ അണ്ടർകണ്ട് മാഫി കിങ്സായി മാറി. അവർ മുഖം മീട്ട് കാട്ടില്ല, അത് മാറി ഹീറോയെ അണ്ടർകണ്ട് മാഫി ക്വീനാണ്. അങ്ങനെ അവർ മീട്ട് കാട്ടിലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. കുട്ടികൾ ജനിച്ചു. ജാക്സൺ ഈ കുട്ടികളെ നോക്കുന്ന പണി എനിക്കായില്ലേ, കുളിപ്പിക്കണം. എല്ലാ കുട്ടികളും അങ്ങനെ ബോയ്സിനെ കുട്ടികൾ നോക്കുക. റോസ് മാത്രം ഗേൾ ബേബിനെ മാത്രം നോക്കും. ശരി, ഓക്കെ. അങ്ങനെയായിട്ട് ചോദിച്ചാൽ കുട്ടികൾ കേൾക്കുമ്പോൾ ഡാൻസ് പാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹാപ്പി എൻഡിങ്.